നിങ്ങൾക്കിത് റിലേറ്റബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളും തമ്മിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. അപ്പോൾ പാസ്റ്റിൽ നടന്നൊരു പ്രശ്നമായിരിക്കും. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ദേഷ്യം വെച്ചിട്ടായിരിക്കും നിങ്ങൾ നടക്കുന്നുണ്ടാവുക. ചില കേസിൽ നേരിട്ട് കാണുമ്പോൾ മിണ്ടുകയൊക്കെ ചെയ്യും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന അത്രയും വലിയ കോൺവെർസേഷൻസ് ഒന്നും ഇപ്പം ഉണ്ടാവില്ലായിരിക്കും. വളരെ ചെറിയൊരു കോൺവെർസേഷൻസ് ആയിരിക്കും. പക്ഷെ ചില സിറ്റുവേഷൻസിൽ ആൾക്കാർ മിണ്ടുകയും പോലുമില്ല, നേരിട്ട് കണ്ട് ചിരിക്കുകയും പോലുമില്ല ആ ഒരു ഓപ്പോസിറ്റ് ആളായിട്ടൊരു പ്രശ്നം നടക്കുമ്പോൾ. പക്ഷേ ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്നൊരു ചിലപ്പോൾ ഞാനായിരിക്കും അയാളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ടേക്കായിരിക്കും എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഈക്വൽ കൈൻഡ് ഓഫ് പെയിൻ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇപ്പം ഞാനായിക്കോട്ടെ അല്ലെങ്കിൽ അയാളായിക്കോട്ടെ ഒന്നും ചെന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ പോയി മിണ്ടാണ്, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ, നിങ്ങൾ ഓക്കെ അല്ലേ, എനിക്കിനി ലൈഫിൽ ആ ഒരു മുമ്പ് നടന്ന പ്രശ്നമൊന്നും ഞാൻ ഇനി വലിയ കാര്യമാക്കുന്നില്ല, ഞാൻ അതൊക്കെ ഇനി മറക്കാണ് എന്നുള്ള രീതിയിൽ വന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം മറക്കും. ചിലപ്പോൾ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് നമ്മളും ആ ഒരു ഓപ്പോസിറ്റ് ആൾ നമ്മൾ നടന്നൊരു പ്രശ്നമൊക്കെ കേൾക്കുമ്പോൾ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് അത് അത്ര വലിയ വലിയ പ്രശ്നമൊക്കെ ആയിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷെ ഒന്ന് നമ്മുടെ കൺമുന്നിൽ നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, ചെറിയൊരു പ്രശ്നം തന്നെയാണ്, നമുക്ക് സോൾവ് ചെയ്യാനുണ്ടായിരുന്നതേ ഉള്ളൂ ആ പ്രശ്നം. മനുഷ്യന്മാരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ. ഇനി എന്നെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.